മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ. ഇവിടെ എന്താണ് വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ ആണ്. എന്താണെന്നറിയോ? ഒരു പയ്യ് പോയ വഴിയാണെന്ന് പറഞ്ഞാൽ മതി. എന്താണ് പയ്യ് പോയ വഴി? നമ്മള് കോഴിക്കോട്ടെ ഒരു പ്രശ്നമുണ്ട്, കോഴിക്കോട് എന്ന് പറയും, അല്ലെങ്കിൽ പുഴ എന്ന് പറയില്ല, പുഴ എന്ന് പറയില്ല, പുഴ എന്ന് പറയും. പുഴ എന്ന് പറയില്ല, മഴ എന്ന് പറയില്ല, മഴ പെയ്ത് പുഴ വന്നെന്നൊക്കെ പറയും. സോ മക്കളെ, ഇവിടെ പയ്യ് പോയ വഴിയാണ് എന്ത്? സർക്കിൾ. പയ്യനെ ഒരു കുറ്റിയുമ കെട്ടിയിട്ടുണ്ട്. പൈ എന്ന് പറഞ്ഞാൽ പശു, നിങ്ങൾ വേണമെങ്കിൽ പശുമ്പ എന്നൊക്കെ പറഞ്ഞോ. പശുവിനെ നമ്മൾ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടുണ്ട്. ആ പൈ ഇങ്ങനെ പോവാണ്. പൈ ആ കയറും വലിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അത് പോകുന്ന വഴിയാണ് എന്ത്? സർക്കിൾ അല്ലെങ്കിൽ വൃത്തം. അതായത് ഒരു കുറ്റിയിൽ നിന്ന് ഒരേ അകലത്തിലാണ് പൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുറ്റിയിൽ നിന്ന് കയറിലേക്കുള്ള ദൂരം ഉണ്ടല്ലോ, ആ കയറിന്റെ നീളം, ആ കുറ്റിയിൽ നിന്ന് കയറിലേക്കുള്ള അല്ലെങ്കിൽ പൈ പോയ വഴിയിലേക്കുള്ള നീളം ഉണ്ടല്ലോ, കയറിന്റെ നീളം, ആ നീളമാണ് റേഡിയസ് എന്ന് പറയുന്നത്. അതെയാണ് നമ്മൾ റേഡിയസ് അല്ലെങ്കിൽ വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചു. ആ കയറിന്റെ നീളമാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പയ്യ് പോയ ഈ വഴിയാണ് സർക്കിൾ. പയ്യ് പോയ വഴി, അതായത് ഈ വട്ടം മാത്രമാണ് എന്ത്? സർക്കിൾ എന്ന് പറയുന്നത്. ഈ പയ്യ് പോയ വഴി മാത്രമാണെന്ത്? സർക്കിൾ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കരുത് അതിൻ്റെ ഉള്ളിലുള്ള പുല്ലാണെന്ന്. പശുവിന് തിന്നാനുള്ള പുല്ലാണ് നിങ്ങൾ ഇവിടെ പച്ച നിറത്ത് കാണുന്നത്. ആ പുല്ലല്ല സർക്കിൾ, ആ പുല്ലുള്ള ഭാഗമല്ല സർക്കിൾ. പയ്യ് പോയ ഈ വഴി മാത്രമാണ് സർക്കിൾ എന്ന് മക്കൾ പഠിച്ചു വെക്കണം. ഇനി ഒറ്റ കാര്യം കൂടി, ഈ കുറ്റി ഉണ്ടല്ലോ ഇവിടെ, ഈ കുറ്റി അടിച്ച സ്ഥലം ഉണ്ടല്ലോ, ആ കുറ്റി അടിച്ച സ്ഥലത്തിനെയാണ് നമ്മൾ സർക്കിളിന്റെ സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത്. വൃത്തത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ പയ്യനെ കെട്ടിയ കുറ്റിയാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള അകലമാണെന്ത്? സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള അകലമാണെന്ത്? റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, പൈ പോയ വഴിയിലേക്ക് സെന്റർ എന്നുള്ള നീളം എപ്പോഴും സെയിം ആയിരിക്കും. ഈ നീളത്തിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ കയറിന്റെ നീളം റേഡിയസ് ആണെങ്കിൽ അതിന്റെ ഇരട്ടി, ഇതാണ് റേഡിയസ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ഈ നീളമാണ് റേഡിയസ്. റേഡിയസിനെ നമ്മൾ ആർ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ, റേഡിയസ് അല്ലെങ്കിൽ ആരം. ഇത് മറ്റൊരു റേഡിയസ് ആണ്, ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2r എന്ന് പറയുന്നതാണ് ഡയമീറ്റർ. എന്താണ്? ഡയമീറ്റർ, വ്യാസം. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് എന്താണ്? ആരത്തിന്റെ ഇരട്ടിയാണ്. ആരത്തിന്റെ ഇരട്ടിയാണ്. അതായത് ഡബിൾ ദ റേഡിയസ്, 2 times റേഡിയസ്. റേഡിയസിന്റെ 2 മടങ്ങ്, കയറിന്റെ നീളത്തിന്റെ ഇരട്ടിയാണെന്ത്? ഡയമീറ്റർ. പഠിച്ചോ? സെറ്റ് അല്ലേ? ഇനി മറ്റൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇത് റേഡിയസ് ആണെന്ന് ഞാൻ പറഞ്ഞു, ഇത് റേഡിയസ് ആണ്. ആ റേഡിയസ് ഇത് സെന്റർ അല്ലേ, സർക്കിളിന്റെ സെന്റർ. നമ്മൾ O എന്നൊക്കെയാണ് പലപ്പോഴും കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. O എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വൃത്തത്തിന്റെ കേന്ദ്രത്തെ സൂചിപ്പിക്കുക. സർക്കിളിന്റെ സെന്ററിനെ ഡിനോട്ട് ചെയ്യുക O എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ ഒരു ഡയമീറ്റർ വരച്ച്, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാമല്ലോ, സെന്ററിലൂടെ പോകുന്ന ലൈനാണ് കേട്ടോ. ആ ലൈന് വൃത്തത്തിന്റെ 2 പ്രാവശ്യം തൊടും. ഓക്കെ, വൃത്തത്തിന് 2 പ്രാവശ്യം തൊടുന്ന ഒരു ലൈനാണ്. ആ ലൈനിന്റെ നീളം എന്ന് പറയുന്നത് റേഡിയസിന്റെ ഇരട്ടിയാണ്. സോ സെന്ററിൽ നമ്മുടെ സെറ്റ് സ്ക്വയർ നമ്മൾ വെച്ച്, സെറ്റ് സ്ക്വയർ വെച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് അല്ലേ. അങ്ങനെ സെറ്റ് സ്ക്വയർ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത്, പിന്നെ നമ്മൾ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചിട്ട് ഇവിടെയും ഒരു ഡയമീറ്റർ ഇങ്ങനെ വരച്ചെന്ന് വിചാരിച്ചോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് 4 പോയിന്റ് കിട്ടൂലേ. പരസ്പരം 90 ഡിഗ്രി ആയിട്ട് 2 ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ 4 പോയിന്റ് കിട്ടൂലേ. ഈ 4 പോയിന്റ് നിങ്ങൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിന്റെ പേരെന്താ? സ്ക്വയർ എന്നായിരിക്കും. എന്താ കിട്ടുക? സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം. നിങ്ങൾക്കറിയാം സമചതുരത്തിന്റെ എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ്, എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ്. അതുപോലെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും എന്ന് മക്കൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതൊരു സെറ്റ് സ്ക്വയർ ആണ്. ഈ സെറ്റ് സ്ക്വയറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഈ കോൺ എന്ന് പറയുന്നത്
30 ഡിഗ്രിയാണ്. ഈ കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അതുപോലെ ഈ കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. പഠിച്ചു വെച്ചേ. സെറ്റ് സ്ക്വയറിന്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60, ഇത് 30, ഇത് 90. തെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സെന്ററിൽ ഒരു റേഡിയസ് വരച്ചു. അത് സെന്റർ ആണേ. സെന്ററിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഈ സെറ്റ് സ്ക്വയർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. വീണ്ടും നമ്മൾ സെറ്റ് സ്ക്വയർ ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്ത് സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു 60 ഡിഗ്രിയുള്ള ആംഗിൾ കിട്ടൂലേ? വീണ്ടും 60 ഡിഗ്രി, അങ്ങനെ വീണ്ടും 60 ഡിഗ്രി, വീണ്ടും 60 ഡിഗ്രി, ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കി 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 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 പോയിന്റാണ് കിട്ടുക. 6 പോയിന്റുകൾ കിട്ടും. ഈ 6 പോയിന്റ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രൂപം കിട്ടും. 6 പോയിന്റുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മനോഹരമായ രൂപം കിട്ടും. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഹെക്സഗൺ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഹെക്സഗൺ. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും വലിയ വിഷയമൊന്നുമില്ല, നമ്മളത് വലിയ ക്ലാസ് പഠിക്കും. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എന്താ വിളിക്കുക? ഹെക്സഗൺ എന്നാണ് വിളിക്കുക. പക്ഷേ ഇവിടെയുള്ള കോൺ 60 ഡിഗ്രി ആണെങ്കിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പം തുല്യ അകലത്തിലുള്ള, നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഓരോ പോയിന്റ്, സർക്കിളിന്റെ മുകളിൽ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തുല്യ അകലത്തിലുള്ള 6 പോയിന്റ്സാണ് കിട്ടുക. ഈ 6 എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ ആംഗിൾ എത്രയാ? 60 ഡിഗ്രി ആണോ? നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അതായത് നിങ്ങൾ പ്രൊട്ടക്ടർ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഇവിടെ 0 ഇങ്ങനെ പോയി ഇവിടെ 90, ഇവിടെ 10, 20, 30, 40 അങ്ങനെ മെഷർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ അതിൽ കാണാം 180 ഡിഗ്രി എന്ന്. അത് 2 പ്രാവശ്യം വെച്ചാലാണ് ഒരു സർക്കിൾ ആവുക അല്ലെ? പ്രൊട്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരു സെമി സർക്കിൾ ആണ്. അത് 2 പ്രാവശ്യം വെച്ചാൽ എന്ത് കിട്ടൂടാ? 2 പ്രാവശ്യം ഒരു കോമ്പസ് പ്രൊട്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സർക്കിൾ കിട്ടും. സോ ഇവിടെ 180, ഇത്രയും 180 ആണ്, ഇത്രയും 180 ആണ്. ഇപ്പൊ ഒരു കണ്ണായില്ലേ? കണ്ണ്, മനോഹരമായ ഒരു കണ്ണ്. സോ സർക്കിളിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാടാ? സർക്കിളിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രി ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സെന്ററിന് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അതിൽ ഇത്രയും ഭാഗമാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്രയും ഭാഗം തന്നെ 60 ഡിഗ്രി ആണെങ്കിൽ 360നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 36, 6 പ്രാവശ്യം. സോ 6 പോയിന്റുകളാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ പോയിന്റ് മാർക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും 6 പോയിന്റ് ആണ്. ഇനി നോക്ക്, ഞാൻ ഈ ആംഗിൾ വെച്ചതിന് പകരം ഈ ആംഗിൾ ആണ് സെന്ററിൽ കൊണ്ടുവയ്ക്കുന്നത് വിചാരിക്കും. സെന്ററിൽ ഈ ആംഗിൾ കൊണ്ടുവച്ചു. ഇവിടെ എത്ര ഡിഗ്രിയാണ് വന്നത്? 30 ഡിഗ്രി ആണല്ലേ? 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര പോയിന്റ് കിട്ടും? നോക്ക്, എണ്ണി നോക്കണോ? എണ്ണി നോക്കാണ്ട് നമുക്ക് പറയാം. 360 ഡിവൈഡഡ് ബൈ 30 ചെയ്ത് കഴിഞ്ഞാൽ 12 എന്ന് കിട്ടും. 12 പോയിന്റുകൾ കിട്ടും അല്ലേ? ഈ 12 പോയിന്റുകൾ മക്കൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു രൂപം കിട്ടും. നോട്ട്ബുക്ക് എടുത്തിട്ട് വരച്ച് നോക്കണേ. വരച്ച് നോക്കിയിട്ട് എന്താണ് ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്ന് ഒന്ന് കമന്റ് കൂടി ചെയ്യണം. സോ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. ബൈ.